ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും നല്ലൊരു ഇഫ്താർ വ്ളോഗാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മൾ നോമ്പ് തീർക്കലും അതിന് മുമ്പുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പീസും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. റമദാനിൽ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ്. ഫസ്റ്റ് തന്നെ എന്തെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാനെല്ലാം അതൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ ഇന്ന് ബർഗർ പോളൊക്കെ ഉള്ള ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കലാണ്. ഒരു 1/2 kg ചിക്കനിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇത് പോളക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് കട്ട് ചെയ്യുന്നത്. ക്യാരറ്റ്, കുക്കുംബർ, ടൊമാറ്റോ, ക്യാപ്സിക്കം, കാബേജ് എല്ലാം നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. എല്ലാ വെജിറ്റബിൾസും കുറച്ച് കുറച്ചായിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മൾ കായ്പോള ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള പടയിലൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കലാണ്. കായ്പോളൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും, സിമ്പിളല്ലേ, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് കാണിക്കുക. പഴം ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇന്ന് ബർഗർ പോളയും കായ്പോളയും മുട്ട ബജിയാണ് ഉണ്ടാക്കുന്നത്. ബജി ഉണ്ടാക്കാനുള്ള മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി കായ്പോളക്കുള്ള പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പഴം വാട്ടിയെടുക്കുന്ന പോലെ ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് ഗീയോ ഓയിലോ യൂസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം. ചിക്കൻ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം പഴം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ കുടിക്കും. നമ്മളെ പഴം ഇവിടെ ഫ്രൈ ആവുന്നുണ്ട്. പിന്നെ ഇതാ മുട്ട ബോയിൽ ആവുന്നുണ്ട്. പിന്നെ ചിക്കനും ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. പഴം ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറും കിട്ടും. പിന്നെ എല്ലാ സൈഡും ഒരുപോലെ നല്ല സോഫ്റ്റായിട്ട് കുക്കായി കിട്ടും.
നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ ഒരു 2 സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മുട്ട ബജിക്കുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പുഴുങ്ങിയ മുട്ട ഇതുപോലെ സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ യെല്ലോ ഒരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ മുട്ടൻ്റെ യെല്ലോ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി കായ്പോളയാണ് റെഡിയാക്കുന്നത്. ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ഞാനിപ്പോൾ 4 മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഒരു പിഞ്ച് ഉപ്പും ഒരു 4 ഏലക്കയും ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. കായ്പോള ഉണ്ടാക്കുന്ന സോസ് പാനിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഗീ ഇട്ടിട്ട് ചൂടാക്കി എടുക്കുക. ഇതിൽ ആദ്യം കുറച്ച് കാഷ്യൂസ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ റൈസിൻസും ഇട്ട് കൊടുക്കുക. കാഷ്യൂസും റൈസിൻസും ഫ്രൈ ആക്കി മാറ്റിയതിന് ശേഷം ആ നെയ്യിൽ തന്നെ കായ്പോളൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. പഴമെല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. ഇനി ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലൊരു 2-3 ടേബിൾ സ്പൂണ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി വെക്കുക. പിന്നെ ഞാനിവിടെ ഒരു 1.5 കപ്പ് മയണൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊരു 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മസ്റ്റാർഡ് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. നമ്മളെ ബർഗർ പോളക്കുള്ള സോസ് റെഡി ആയിട്ടുണ്ട്.
കായ്പോള ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും റൈസിൻസും ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ബർഗർ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സോസ് പാനിൽ കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും അടിയിലും സൈഡ്സിലൊക്കെ ഒന്നാക്കി കൊടുത്താൽ നമ്മളിത് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി വന്നോളും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ് മിക്സിലേക്ക് ബ്രെഡിൻ്റെ 2 സൈഡ്സും നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് സോസ് പാനിൽ ഒരു ലെയർ പോലെ സെറ്റ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനെ ഷ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. സൈഡ്സിൽ കൂടുതലായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണ്ട. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് എഗ് മിക്സ്ചർ ഒഴിക്കുന്ന സമയത്ത് സൈഡ്സ് ഒന്നും അങ്ങനെ കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ സോസും സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും സോസും ചിക്കനും എല്ലാം ഓരോ ലെയർ പോലെ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ബ്രെഡ് മുട്ടൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് വെക്കുക. മൊത്തത്തിൽ ബ്രെഡ് വെച്ചിട്ട് പിന്നെ സൈഡ്സിലും മുകളിലെല്ലാം മുട്ടൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 2 മുട്ടൻ്റെ കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 4 മുട്ട യൂസ് ചെയ്തിട്ടാണ് ബ്രെഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഡെക്കറേഷൻ പോലെ മുകളിൽ വെജിറ്റബിൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. മുട്ട ബജി ഉണ്ടാക്കാൻ മുട്ടൻ്റെ വൈറ്റിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക. സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. കായ്പോള റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉമ്മ ഇവിടുന്ന് ഒറോട്ടി ചുട്ടെടുക്കുന്നുണ്ട്. ഉമ്മയാണ് ഡിന്നറെല്ലാം ഉണ്ടാക്കൽ. ഒറോട്ടിക്ക് ഇന്ന് ബീഫാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുട്ട ബജിക്കുള്ള ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ 1 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുക.
ഇതിലൊരു 1/4 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുക. മുട്ട ബജിക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ സ്നാക്സ് എല്ലാം റെഡിയായി. ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഇനി സ്നാക്സ് എല്ലാം ഒന്ന് പ്ലേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളെ ബർഗർ പോള കണ്ടോ, ഫ്ലിപ്പ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ പ്ലേറ്റ് സ്ലിപ്പായി പോയി. താഴെ വീണില്ലെങ്കിലും പോളൻ്റെ മൊഞ്ചെല്ലാം പോയി. പക്ഷേ റെസിപ്പി പെർഫെക്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഷെയർ ചെയ്തത്. പോള എങ്ങനെ ആയപ്പോൾ പിന്നെ ഞാൻ ശരിക്കും മൂഡ് ഓഫ് ആയി പോയി. സാധാരണ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ എല്ലാം സെർവ് ചെയ്തു. അൽഹംദുലില്ലാഹ് നോമ്പെല്ലാം തുറന്നു. എപ്പോഴത്തെയും പോലെ പ്രെയറെല്ലാം കഴിഞ്ഞു, ഫുഡ് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.